ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കറിയാണ്. ബാച്ചിലർ സ്പെഷ്യൽ ബീഫ് കറിയാണ്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ബീഫ് കറി തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നല്ലേ? അത് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു തരത്തില്ല. കുറച്ച് ക്ഷമിക്കുക കേട്ടോ. സീക്രട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയാണ് അല്ലേ? എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 6 സവോള, 2 തക്കാളി, അതുപോലെ 8 പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അതുപോലെ ഞാനിവിടെ 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കി അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, തക്കാളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്, അതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് വിസിലിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരെ കൊടുക്കാം. ഇപ്പോൾ 3 വിസിലായിട്ടുണ്ട്. ഇനി കുക്കർ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്നാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഈ സാധനം ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ കറി നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം എന്താണെന്നല്ലേ, അതാണ് അരിപ്പൊടി. അരിപ്പൊടി 2 ടേബിൾ സ്പൂണ് ഈ കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലോട്ടേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ, അതും കൂടിയിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിയില കൂടി ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ ചില ദിവസങ്ങളിൽ കറി വെക്കും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർക്കും. ചില ദിവസം മല്ലിയില മാത്രമേ ചേർക്കത്തുള്ളൂ, ചില ദിവസം കറിവേപ്പില മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് അത് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. നമ്മുടെ ബീഫ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എന്തായാലും വെള്ളം ചേർക്കണം കേട്ടോ. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ കേൾപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീഫിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ല ഒരു ടേസ്റ്റും അതുപോലെ തിക്നെസ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ബീഫ് കറി തയ്യാറാക്കി നോക്കുക. നമുക്ക് ഈ ബീഫ് കറി ഒരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റാം. നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ഇതുപോലെ തയ്യാറാക്കിയതുപോലെ ആരെങ്കിലും ഈ അരിപ്പൊടി ചേർത്തിട്ട് ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.